നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പെപ്പർ എഗ് റോസ്റ്റ് ആണ്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയത്, 5-6 വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 വറ്റൽമുളക് ചതച്ചത്, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുഴുങ്ങിയ മുട്ടയും ഇട്ട് കൊടുക്കുക. മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ ലേശം ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. മുട്ടയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് വളരെ രുചികരമായ ഒരു എഗ് റോസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഗ്രേവി ആയിട്ട് വേണമെങ്കിലും ആക്കാം. ഇതുപോലെ നല്ലതുപോലെ റോസ്റ്റ് ആക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ ഗ്രേവി കറിയും ആക്കാം. പെപ്പർ ഡ്രൈ റോസ്റ്റായിട്ടും ആക്കാം, ഗ്രേവി ആയിട്ടും ആക്കാം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം റോസ്റ്റായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഗ്രേവി ആക്കാം. ഇത് പെപ്പറിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു എഗ് കറിയാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കാതെ ലേശം കായവും പെപ്പറുമാണ് ഇട്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്.